SEO പഠിക്കുമ്പോൾ ഓഫ്ലൈനായിട്ട് പഠിക്കണോ ഓൺലൈനായിട്ട് പഠിക്കണോ? പല ആളുകളുടെയും ഒരു സംശയമാണ്. ഇതിൽ ഓഫ്ലൈനായിട്ട് പഠിക്കുന്നതിൻ്റെയും ഓൺലൈനായിട്ട് പഠിക്കുന്നതിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓഫ്ലൈനായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ട്രെയിനർക്ക് നമ്മളോട് മുഖാമുഖം സംസാരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാനായിട്ട് പറ്റും. നമുക്ക് വരുന്ന ഡൗട്ടുകൾ നേരിട്ട് തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും ഫുൾ ടൈം ട്രെയിനറായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാകുന്ന ഒരാൾ അധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഫുൾ ടൈമായിട്ട് SEO ജോലി ചെയ്യുന്ന പല ആളുകളും ട്രെയിനിങ്ങിനെ മെനക്കെടാറില്ല എന്നതാണ് ഒരു വാസ്തവം. ഇൻഡസ്ട്രിയിലെ ഒരു സത്യമാണ്. അങ്ങനെയുള്ള ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ അയാൾ പലപ്പോഴും ഓഫ്ലൈനായിട്ട് അവൈലബിൾ ആയിരിക്കില്ല. അതാണ് ഓഫ്ലൈൻ ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത്. ഇനി ഓൺലൈൻ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നും ഏറ്റവും നല്ലൊരു ട്രെയിനറുടെ അടുത്ത് നിന്ന് കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആകെ ഒരു ഡ്രോബാക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഇൻറ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒരു പക്ഷേ നിങ്ങൾക്കത് പരിചയമില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഓൺലൈനായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഒരു ഓൺലൈൻ മീഡിയയിലൂടെ തന്നെയാണ്. കാരണം സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലേക്ക് ട്രെയിനർക്ക് ക്ലാസ്സുകളെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല പല ട്രെയിനേഴ്സ്, അതായത് വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള ട്രെയിനേഴ്സിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും പറ്റും. ഞാൻ എൻ്റെ SEO ജേണിയിൽ പല കോഴ്സുകളും ഓൺലൈനായിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കോഴ്സ് പഠിച്ചിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.